എന്തോ മോഹമാണെന്ന് അവനവൻ വിവേചിച്ചാൽ മതി. ഇവിടെ നല്ല മോഹമല്ല, ദുർമോഹമാണ്. മോഹം എല്ലാവർക്കും കൊണ്ടുപിടിക്കുന്ന എല്ലാവർക്കും ആർക്കാ മോഹവും ആഗ്രഹവും ഒന്നുമില്ലാത്ത? എനിക്ക് ഒരു മോഹവും ഇല്ല പാസ്റ്റേ. എന്തോ കുഴപ്പമുണ്ട്. അതിനിപ്പം നല്ല ട്രീറ്റ്മെൻറ്റും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. സ്ഥലം എനിക്ക് കൃത്യമായിട്ട് അറിയാൻ മേല, നിങ്ങൾക്കറിയായിരിക്കും. മോഹങ്ങൾ നല്ലതാ, പക്ഷെ ദുർമോഹം പാടില്ല. അത്യാഗ്രഹം അത് പാടില്ല. ആഗ്രഹം നല്ലതാ. പകലോർപ്പിച്ചല്ലോ ഒരപ്പച്ചൻ പറഞ്ഞത്, കണ്ടമ്പേരൂരെ പുന്നക്കാട്ടെ സജിബ്രദറിന്റെ പിതാവ്. നല്ല മോഹമാണ്. മരിക്കുന്നതിന് മുന്നേ ഒരു മോഹം, ഒരാഗ്രഹം, മുറ്റത്ത് പന്തലിട്ട് 5 ദിവസം കൺവെൻഷൻ നടത്തണം. നല്ല മോഹമാണ്. ആദ്യം പിള്ളേര് അത്ര യോജിച്ചില്ലെങ്കിലും പിന്നീട് വിധേയപ്പെട്ടു. പന്തലിട്ട് കൺവെൻഷൻ നടത്തി. പിറ്റേന്ന് അപ്പച്ചൻ മരിച്ചു. ആ പന്തലിലാ ഭൗതിക ശരീരം വെച്ച് ശുശ്രൂഷകൾ ചെയ്യുന്നത്. നല്ല മോഹമാണ്. എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന സഹപടൻ ശുഭപാസ്റ്ററുടെ സഹോദരി കുടുംബമായിട്ട് കണ്ണൂര് പാർത്ത് വേല ചെയ്യുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 2 പിള്ളേരാ, ജ്യേഷ്ഠനും അനുജനും. അവരുടെ അപ്പച്ചൻ ഈ അടുത്ത കാലത്താണ് കടന്നു പോയത്. അപ്പം കടന്നു പോകുന്നതിന് ഒരാഴ്ച മുമ്പ് കണ്ണൂര് ഞാനൊരു ശുശ്രൂഷയ്ക്ക് ചെന്നു. അവിടെ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ പകൽ അവിടെ യോഗം. അപ്പം ഈ അപ്പച്ചനെ വളരെ ഉത്സാഹത്തോടെ, നല്ല വാർദ്ധക്യമാണ് എങ്കിലും നല്ല ചുറുചുറുക്കാണ്, അകത്ത് വരികയും പുറത്തിറങ്ങി ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ കൊണ്ട് കാണിച്ചത് ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നെ കാണിച്ചു വളരെ ഉത്സാഹത്തോടെ. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് പ്രായം? 90 ഒരു കുഴപ്പമില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അറിഞ്ഞു ഈ അപ്പച്ചൻ കടന്നുപോയി. പെട്ടെന്ന് എനിക്കും ഒരു പ്രയാസം. അദ്ദേഹത്തിന്റെ മകനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, പോയ കാര്യങ്ങൾ എങ്ങനെയാന്ന്. അപ്പം പറഞ്ഞു, ഒരു കുഴപ്പമില്ലായിരുന്നു. തലേന്ന് രാവിലെ വളരെ ഞങ്ങൾ ഒന്നിച്ചു ഇരുന്നു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് പ്രായം? വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാത്രി വിശ്രമിച്ചു. രാവിലെ എഴുന്നേറ്റ് പ്രഭാത ഭക്ഷണം, ഒരാഴ്ച കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഈ അപ്പച്ചൻ കടന്നുപോയി. അപ്പച്ചൻ അല്പം പൊടി രസമൊക്കെ പറയുന്ന പ്രയാസം. അപ്പോൾ അദ്ദേഹത്തിന്റെ മകനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ അപ്പച്ചൻ ആൺപിള്ളേരോട് തലേന്ന് പറഞ്ഞു, എടാ തലേന്ന് രാവിലെ ഞാന് മിക്കവാറും കടന്നു പോകും, ചില കാശും കൈ വെക്കണ ഒരു പെട്ടി മേടിച്ചോണം. വൈകിട്ട് ഭക്ഷണമൊക്കെ രസകരമായിട്ടാ പറഞ്ഞ്. അത് രാവിലെ ഗൗനിച്ചില്ല. ചില കാശും കരുതിക്കോണം, ഒരു പെട്ടി മേടിച്ചു വെക്കണം എന്ന് മൂത്ത മകനോട് പറഞ്ഞു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ അപ്പച്ചൻ ആൺപിള്ളേരോട് തലേന്ന് പിറ്റേന്ന് രാവിലെ പ്രധാന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഞാന് മിക്കവാറും കടന്നു. രസകരമായ കാശും കൈ വെക്കണം. ഒരു തിയോളജി അല്ല പറയുന്നത്, പുള്ളി പറഞ്ഞ പദമാണ്. വൈകിട്ട് ഭക്ഷണമൊക്കെ രസകരമായിട്ട് പറഞ്ഞ്. അത് രാവിലെ ഗൗനിച്ചില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ട, ഉച്ചക്കത്തെ ഭക്ഷണം മേളിലാന്ന്. ചില കാശ് എനിക്ക് വേണ്ട, ഉച്ചക്കത്തെ മേടിച്ചു വെക്കണം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ അപ്പച്ചൻ പിള്ളേരോട് തലേന്ന് പിറ്റേന്ന് രാവിലെ പ്രധാന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഞാന് രസകരമായ കാശും കൈ വെക്കണം. പുള്ളി പറഞ്ഞ പദമാണ്. വൈകിട്ട് ഭക്ഷണമൊക്കെ രസകരമായിട്ടാ പറഞ്ഞ്. ഈ ഭക്ഷണം വേണ്ട, ഉച്ചക്കത്തെ മുഖത്തിനെങ്കിലും ചില കാശം വരുമെന്ന്. ചില കാശ് എനിക്ക് ഉച്ചക്കത്തെ കാണുന്നില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ പിള്ളേരോട് തലേന്ന് പിറ്റേന്ന് രാവിലെ പ്രധാന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഞാന് രസകരമായ കാശും കൈ വെക്കണം. പുള്ളി പറഞ്ഞ പദമാണ്. വൈകിട്ട് ഭക്ഷണമൊക്കെ രസകരമായിട്ടാ പറഞ്ഞ്. അല്ല, അങ്ങനെ നല്ല അന്ത്യം ലഭിച്ചവരുണ്ട്. ഈ ഭക്ഷണം വേണ്ട, ഉച്ചയ്ക്ക് എപ്പോഴും ഞാൻ പറയുന്നത് ഒന്നുകൂടെ ആവർത്തിക്കാൻ. ഇന്ത്യ ദൈവസഭയുടെ ഒരു ഓവർസീർ ആയിരുന്നു PC ചാക്കോ. യുകെയിലെ ജോക്കുരിയൻ PC ചാക്കോ ഈ സഭകളുടെ മരുമകൻ മല്ലപ്പള്ളി പെരുമ്പറ. ഞാൻ അദ്ദേഹമായിട്ട് അത് അടുത്ത് ഇടപെട്ടിട്ടില്ല. അല്ല, അങ്ങനെ നല്ല അന്ത്യം. എന്നാൽ അദ്ദേഹത്തിന്റെ മരണസമയത്ത് അടുത്ത് നിന്ന് എപ്പോഴും ഞാൻ പറയുന്നത്
എന്നോട് പറഞ്ഞതാണ്. ഇന്ത്യ ദൈവസഭയുടെ മരിക്കുന്നതിന് മുമ്പായിരുന്നു ഏതാണ്ട് മരിക്കുന്നത്. യുകെയിലെ അല്ലപ്പള്ളി പെരുമ്പറമാവ് അല്പം കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹമായിട്ട് അത് അടുത്തിടെ ശോഭിച്ചു. അല്ല, അങ്ങനെ നല്ല അന്ത്യം. എന്നാൽ അദ്ദേഹത്തിന്റെ മരണസമയത്ത് അടുത്ത് നിന്ന് കുഞ്ഞുമായിട്ട് എന്നോട് പറഞ്ഞതാണ്. ഇന്ത്യ ദൈവസഭയുടെ മരിക്കുന്നതിന് മുമ്പായിരുന്നു ഏതാണ്ട് മരിക്കുന്നത്. യുകെയിലെ അപ്പൊ ഇദ്ദേഹത്തോട് പറഞ്ഞു, ജോറുട്ടി ഞാൻ പോകാൻ പോകും, മുഖമൊക്കെ ഒന്ന് ശോഭിച്ചു. അല്പം കഴിഞ്ഞപ്പോ തിയോളജി വശമൊന്നും എന്നോട് ചോദിച്ചു. അങ്ങനെ നല്ല അന്ത്യം. എന്നാൽ അദ്ദേഹത്തിന്റെ മരണസമയത്ത് അടുത്ത് നിന്ന് കുഞ്ഞുമായിട്ട് എന്നോട് പറഞ്ഞതാണ്. ഇന്ത്യ ദൈവസഭയുടെ മരിക്കുന്നതിന് മുമ്പായിരുന്നു ഏതാണ്ട് അപ്പൊ ഇദ്ദേഹത്തോട് പറഞ്ഞു, ജോറുട്ടി ഞാൻ പോകാൻ മുഖമൊക്കെ ഒന്ന് ശോഭിച്ചു. അല്പം കഴിഞ്ഞപ്പോ തങ്കയ്യാച്ചൻ അല്പം കഴിഞ്ഞപ്പം തിയോളജി വശമൊന്നും എന്നോട് ചോദിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണസമയത്ത് തങ്കയ്യാച്ചൻ അടുത്ത് നിന്ന് കുഞ്ഞുമായിട്ട് എന്നോട് പറഞ്ഞതാണ്. ശക്തമായി ശുശ്രൂഷ മരിക്കുന്നതിന് നേപ്പായിലൊക്കെ ഏതാണ്ട് പ്രവർത്തിച്ചു. അപ്പൊ ഇദ്ദേഹം പറയുകയാ, ഞാൻ സ്വർഗം കാണുന്നു, ദൂതന്മാരെ കാണുന്നു, ആണ്ട് തങ്കയ്യാച്ചൻ ഇരിക്കുന്നെന്ന്. ഇത് പറഞ്ഞ് തന്റെ മുഖമൊക്കെ അങ്ങ് പ്രസാദപൂരിതമായി വളരെ പ്രത്യാശയോടെ കടന്നു പോവുക. ഞാനിപ്പം എൻ്റെ അറിവിലും ദൃഷ്ടിയിലും പെട്ട രണ്ട് കാര്യം ഓർപ്പിച്ചു. നിങ്ങൾക്കും പറയാനുണ്ട് സാക്ഷ്യം. നിങ്ങളിപ്പം മൈക്ക് തന്നെ പറയുക, പാസ്റ്റർ ഞങ്ങളുടെ അപ്പച്ചനും പിന്നെ അപ്പച്ചൻ പോയ ചരിത്രമൊന്നും അധികം പറയാതിരിക്കുന്നതാ. പല അപ്പച്ചന്മാരും പിച്ചും പേയും പറഞ്ഞു പോയവരുണ്ട്. അമേത്യന്മാര് ഭിത്തിയിലെറിഞ്ഞു പോയ ആൾക്കാരുണ്ട്. അനാവശ്യം പറഞ്ഞേച്ച് പോയ അപ്പച്ചനും അപ്പച്ചാന്ന് വിളിക്കുമ്പോൾ കണ്ണ് പൊട്ടുന്ന 3 ഡാഷ്. ഏതപ്പച്ചനാന്ന് ഇപ്പം എന്നോട് ചോദിക്കരുത്. അച്ഛന് ഏതാണ്ട് ഒരു ചെറിയ പിടി കിട്ടി. പറയണ്ട നമ്മളെ ഇവർ വെച്ചേക്കുകയല്ല, മിണ്ടണ്ട. അല്ല, നമ്മളവരെ വിധിക്കണ്ട. ഇതൊക്കെ കാണുമ്പം ഞാനും നിങ്ങളും ഒന്നുകൂടെ യഥാസ്ഥാനപ്പെട്ടോണം. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരം മാത്രമേയുള്ളൂ. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരം മാത്രമേയുള്ളൂ. ആ സമയം പാഴാക്കാതെ ഉണർന്നുകൊള്ളുക. ആ സമയം പാഴാക്കാതെ ഉണർന്നുകൊള്ളുക. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. ഞാൻ നിന്നെ ഒരു നാളും വിടുകില്ലെന്നരുളിയ കരുണാനിധേ. എൻ കാരം പിടിച്ചാനു ദിനമരു പൂവിൽ നടത്താമ. ദുരജാവൻ ഒരു നാളും മറക്കുകയില്ല. എൻ കാരം പിടിച്ചാനു ദിനം മരുഭൂവിൽ നടത്താമ. ഉരജാവൻ ഒരു നാളും. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ബഹുമാന്യതയെ, നമ്മളെ ഓടിയതും അധ്വാനിച്ചതും നഷ്ടമാകരുത്. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരേ ഉള്ളൂ. ആട്ടെ, അപ്പൊ ആവശ്യമില്ലാത്ത മോഹങ്ങൾ അത് പാടില്ല. മോഹം എല്ലാവർക്കും ഉണ്ട്, ദുർമോഹം പാടില്ല. ഇവർക്ക് ദുർമോഹമായി. ദുർമോഹം ഒന്നുകൂടെ വാക്യം ഒന്ന് വായിച്ചോ കർത്തദാസി. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. പാടില്ല. ഇങ്ങനെയുള്ള മോഹങ്ങളെ കീഴ്പ്പെടുത്തണം. ഞാൻ പകല് പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള മോഹം, ആഗ്രഹം, ആശ, ഇച്ഛ, തൃഷ്ണ. സാറ് കൊടുത്ത പ്രയോഗം ഞാൻ പകല് ചൊല്ലി, വിഷയഭോഗങ്ങളാൽ ഇല്ലൊരു തൃപ്തി. എത്ര കിട്ടുന്ന തൃപ്തി വരുന്നില്ല.
ചങ്ങലയിലും ആശച്ചങ്ങല ഭയങ്കരം ഞങ്ങല തളപ്പിങ്കൽ നിൽക്കും ഏകത്രപത്തൻ ആശച്ചങ്ങല കൊണ്ട് ബന്ധിക്കൽ അളർക്കൻ പോൽ ആശകൾ തോറും ഓടു നിരക്കും നിലയന്നി അതിനാൽ ആയുസ്സിന്റെ നശ്വരതയും പാപകൃതി എന്ന. ഇങ്ങനെയുള്ള മോഹങ്ങൾ വന്നാൽ സ്വസ്ഥത കെടും. പേ പിടിച്ച പട്ടിയെ പോലെ നടക്കും. അതാ അളർക്കൻ നടക്കും പോലെ നടക്കുമെന്ന്. ആടെ ഭാഗം വിട്ടേക്കാം, നമുക്കധികം വിവരിക്കണ്ട. അപ്പൊ ഒന്ന് ദുർമോഹം. ഇനി അടുത്ത വാക്യം വായിച്ചേ, അടുത്തത്. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. അറിയാമല്ലോ വിഷയം. തിന്നുവാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാൻ എഴുന്നേറ്റു. കളിപ്പാൻ എഴുന്നേറ്റ്. കളിപ്പാൻ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം, മലയാളത്തിലെ കളിപ്പാൻ എഴുന്നേറ്റെന്ന. മാർത്താട്ടത്തൊരു ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ തമിഴ് വായിച്ചപ്പം വിളയാടാൻ എഴുന്നേറ്റെന്ന. വിളയാടാൻ, അതാ കുറച്ചുകൂടെ നല്ലത്. ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നത് വിളയാടാനല്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക, ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്നത് വിളയാടാനല്ല, ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കാനാ. പിണങ്ങാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാം. അല്ല, പിണങ്ങിയാലും കുഴപ്പമില്ല. അല്ല, എല്ലാവരും ഇപ്പം യോജിച്ചിരുന്നിട്ടും വലിയ എല്ലാവരുടെയും കാര്യമല്ല, തെറ്റിദ്ധരിക്കരുത്. ഞാൻ തെളിയിക്കാം. ഈ മോഹം, ദുർമോഹം എല്ലാവർക്കും ഉണ്ട്. മോഹം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ താഴോട്ടൊരു 4 കാര്യം പറഞ്ഞു. അത് എല്ലാവരുടെയും കാര്യമല്ല. അവിടെ ചിലരെന്ന മോഹത്തെ പറ്റി പറഞ്ഞപ്പോൾ ചിലരെന്ന് പറഞ്ഞിട്ടില്ല. കാരണം മോഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ താഴോട്ട് ഒരു 4 കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കാര്യമല്ല, ചിലര്. വായിച്ചേ. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാണ്. അപ്പം വിഗ്രഹത്തെ ആരാധിച്ച് എല്ലാവരും ചിലര്. അടുത്തത്, അവരിൽ ചിലർ പരസംഗം ചെയ്ത്. എല്ലാവരും പരസംഗം ചെയ്തില്ല, ചിലര്. പിന്നെ അടുത്തത്, ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ. അടുത്തത്, അവരിൽ ചിലർ പരീക്ഷിച്ച്. എല്ലാവരും പരീക്ഷിച്ചില്ല, ചിലര് പരീക്ഷിച്ചു. അടുത്തത്, അവരിൽ ചിലർ പിറുപിറുത്തു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, മോഹത്തിന്റെ വിഷയം പറഞ്ഞപ്പോ ചിലര് മോഹിച്ചെന്നല്ല, മുഴുവനെണ്ണവും മോഹിച്ചു. പക്ഷെ മറ്റു 4 കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ല. ചിലര് വിഗ്രഹത്തെ സേവിച്ചു, ചിലര് പരസംഗത്തിൽ അകപ്പെട്ടു, ചിലര് പരീക്ഷിച്ചു, ചിലര് പിറുപിറുത്തു. എന്നാൽ മോഹത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ എല്ലാവർക്കും മോഹമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മോഹമുണ്ട്. പക്ഷേ ദുർമോഹമാഭാവം. ആ ദുർമോഹം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പാട്ടുപോകും. നല്ല മോഹങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ നല്ലതല്ലേ? 50 ലഘുലേഖ അടിച്ച് അയലത്തുകാർക്കൊന്ന് കൊടുക്കണം, നല്ല ആഗ്രഹമാണ് അത്. അവർ മേടിക്കാതിരിക്കുവോ? രണ്ടാമത്തത്, ഒക്കെ എന്തെങ്കിലും ഒരു ചെറിയ മൈക്കുമായിട്ട് പോയി പരസ്യവും നടത്തണം, നല്ല കാര്യമാണ്. നല്ലതല്ലേ? ഇരിപ്പ് കണ്ടിട്ട് നല്ല ആഗ്രഹങ്ങളുണ്ട്, അത് നല്ലതാ. പക്ഷെ ഇത് നല്ല ആഗ്രഹമല്ല, ദുർമോഹം കയറി. അപ്പൊ അത് എല്ലാവർക്കും ഉണ്ട്. ആ വിഷയം കർക്കശമായി പറഞ്ഞപ്പോ ഒന്ന് മോഹങ്ങൾ, എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. ചിലര് വിഗ്രഹത്തെ ഭജിച്ചു. പശ്ചാത്തല ഭാഗം നിങ്ങൾക്കറിയാം. 32 ഉറപ്പാട് 32. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. നിങ്ങളിപ്പോൾ ചിലരിക്കുന്നത് എൻ്റെ പ്രസംഗം കേട്ട് ബലപ്പെടാനൊന്നുമല്ല, ഞാൻ പറഞ്ഞ് നോക്കുന്നുണ്ടോ നോക്കിയിരിക്കുക. നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കറിയാം തെറ്റുന്നുണ്ടോ. തെറ്റിയാ പിടിക്കും. പിന്നെ അല്ല, അത് നല്ലതാ. അങ്ങനെയുള്ളവർ സഭയിൽ അങ്ങനെയുള്ളവർ നല്ലതാണ്. നമ്മളും ബടലത്തരം ഒന്നും കയറി സൂക്ഷിച്ചേ പറയുള്ളൂ, നല്ല കാര്യമാണ്. ഞങ്ങൾക്കൊരച്ചായനുണ്ട്, പുള്ളി, ഞാൻ ഇന്നലെ ശിവപാഷോട് പറഞ്ഞു, നമുക്ക് പുള്ളീനെ കൊണ്ടുവന്ന് കുറേ ദിവസം ഇരുത്തണം, എന്നാലേ കുറേ എണ്ണം മര്യാദ. പുള്ളി നല്ലതാ, നല്ല യുക്തിക്ക് മറുപടി പറയും. ഒരിക്കൽ ഞങ്ങളുടെ ഒരു ഉപദേശി, പേരൊന്നും പറയുന്നില്ല, എഴുന്നേറ്റ് പറഞ്ഞു, രാവിലെ ഞാനും
ഭാര്യയുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഇനിയും ലൈവിലുണ്ടെങ്കിൽ കേൾക്കും, അതുകൊണ്ട് ഭാര്യയുടെ പേര് പറയുന്നില്ല. അപ്പം മനസ്സിലാക്കി ഇന്നയാളാണ്. വെറുതെ എന്തിനാ, ഞാനൊരു പേരങ്ങിടാം. ഞാനും സൂസമ്മ എന്നല്ല, ഞാനങ്ങ് ഇടുക. ഞാനും സൂസമ്മയും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം സഭായത്തിന് വരുന്നത് ഭയങ്കര ചാറ്റമഴ. അപ്പം ഞാൻ വളരെ പ്രയാസപ്പെട്ടു, ദൈവമേ ചർച്ച ചെല്ലണം, ബൈക്കേലാന്ന് ചെല്ലണമല്ലോ, ചാറ്റമഴ. ഞാനും പ്രാർത്ഥിച്ചു. ദൈവം പ്രവർത്തിച്ചെന്ന് പറയാനൊരു സംഭവം പറഞ്ഞതാണ്, നല്ല രീതിയിലാണ് പറഞ്ഞ്, പക്ഷേ പ്രയോഗം തെറ്റിപ്പോയി. പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് സഭായത്തിന് പോകണം, അത്ഭുതങ്ങളുടെ ദൈവമാണ്. പെട്ടെന്ന് ആ മഴ അങ്ങ് നിന്നു. ഞാനും സൂസമ്മയും കൂടെ ബൈക്കിൽ സങ്കീർത്തനം വായിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം. ഉടനെ പുള്ളി ചോദിച്ചു, ഇപ്പോഴാണോ നിനക്ക് പിടികിട്ടിയ ദൈവം? പുള്ളി ഉടനെ ചോദിച്ചു, കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന നിനക്ക് ഈ ഇന്ന് രാവിലെ ചാറ്റമഴ നിന്നപ്പോഴാണോ മനസ്സിലായ ദൈവം? മനസ്സിലായി കാണും. അല്ല, പുള്ളി ഉടനെ ചോദിക്കും. ഇപ്പോഴും ഉണ്ട്, ചിലപ്പം ലൈനിൽ കാണും. കഴിഞ്ഞ ദിവസം ഞാൻ പുള്ളി അങ്ങനെ യുക്തിക്ക് മറുപടി അല്ല, അങ്ങ് നല്ലതാ. ഞാനും വളരെ സൂക്ഷിച്ചേ പുള്ളി ഇരിക്കുമ്പോൾ സംസാരിക്കൂ. അല്ല, എനിക്കും അത് ഗുണമാ. അല്ല, അങ്ങനെയുള്ളവർ വേണമെന്നേ. അദ്ദേഹത്തിന്റെ വീട്ടിലൊരിക്കൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, നാരങ്ങ അച്ചാറിട്ടു, നല്ല രുചി. എനിക്കൊരു കുപ്പി തന്നു, പാസ്റ്റർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ. വേറെ ചിലർക്കൊക്കെ കൊടുത്തു. അപ്പം എന്നോട് ആദ്യം പറഞ്ഞു, നോക്ക്. ഞാൻ പറഞ്ഞു, വീട്ടിലുണ്ട്, അതല്ല ഇത് നോക്ക്. അപ്പം നോക്കി, നല്ല രുചി. ആട്ടെ, സ്തോത്രം ചെയ്തു. അപ്പം ഞാൻ വളരെ അടുത്ത് ഇടപെടുന്നതാ. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാ ഇട്ടത്? ഇത്രയും രുചിയും ഇത്രയും നന്നായിരിക്കുന്നല്ലോ. ഉടനെ പുള്ളിക്കാരി നല്ല രീതിയിൽ പറഞ്ഞതാ. പുള്ളിക്കാരി പറഞ്ഞു, പാസ്റ്റേ, അത് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് നല്ല മുളക് പൊടിയും നല്ലെണ്ണയും. ഉടനെ പുള്ളി ചോദിച്ചു, എടീ നാരങ്ങാച്ചാറിൻ്റെ പ്രധാനം നാരങ്ങ അല്ലേ? നീ മുളക് പൊടിയും നല്ലെണ്ണ ഇട്ട് ഇങ്ങനെ കാണിച്ചാൽ ഈ നാരങ്ങാച്ചാർ ഉണ്ടാകുമോ? അല്ല, അതല്ലേ ശരി? പുള്ളിയെ പുലതിലേക്ക് വരുത്തണോ? വേണ്ട. അല്ല, കുറെ ക്രമീകരണം എനിക്ക് നിങ്ങൾക്കും ഒക്കെ ആകും, നല്ലതാ. പുള്ളി നല്ല രീതിയിലാണ് പറയുന്നത്, യുക്തിക്ക് മറുപടി പറയും. ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരുത്തനെ ഈ എന്തോ അതിന് പറയുന്നത്, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുമല്ലോ. ആക്രിയല്ല, ഇൻസ്റ്റാൾമെന്റ്, അത് ചെറിയ ഈ മിക്സിയുടെ ചെറിയ ടിന്നുകള് അങ്ങനൊക്കെ. അപ്പോൾ പുള്ളി വന്നു. അപ്പം ഒരു സാധനത്തിന് വില പറഞ്ഞു, ഞാനും ഉണ്ട്. വില പറഞ്ഞ് തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഒടുവിൽ ഇവൻ എഴുന്നേറ്റ് പറഞ്ഞു, അവൻ രാവിലെ 8:30 ഇവൻ രാവിലെ വന്നതാ, ഞങ്ങളും ഉണ്ട്. അപ്പം പറഞ്ഞു, അച്ചായ, ഞാൻ ഇനി ദൈവത്തെ നിലനിർത്തി ഒരു കാര്യം പറയും. പുള്ളി പറഞ്ഞു, നീ ദൈവത്തെ ഒന്നും നിലനിർത്തണ്ട, ദൈവം നിന്നോളും. അവൻ രാവിലെ ഇറങ്ങിയേക്കാ ദൈവത്തെ. നീ പറഞ്ഞുകൊണ്ടാണോ പുള്ളി നിൽക്കുന്നത്? അല്ല, പുള്ളി അങ്ങനെ യുക്തിക്ക് മറുപടി പറയും, നല്ലതാ. ഞാൻ ഒത്തിരി കാര്യമുണ്ട്, ആ ഭാഗം വിടുക. ദൈവത്തിന് മഹത്വം. ഇവരെ വിഗ്രഹത്തെ ഭജിക്കാൻ പദ്ധതി കിട്ടും. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാൻ എഴുന്നേറ്റെന്ന പശ്ചാത്തലം ഒന്നും ഞാൻ വിവരിക്കുന്നില്ല, നമുക്കറിയാവുന്നത് കൊണ്ട്. അവിടെ ഒരു പദമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ. അഹരോൻ ഒരു കാളക്കുട്ടി ഉണ്ടാക്കുന്ന 6:32-4 അവർ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് രൂപം വരുത്തി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഇത് പാടില്ല. കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി രൂപമേ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. ഇവര് പറഞ്ഞത് ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ദൈവത്തെ ഉണ്ടാക്കാനാ. ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചെന്ന്? എന്നാ ഞാൻ വിഗ്രഹസേവയ്ക്ക് അനുകൂലം പറയല്ല. എന്നാ ഇങ്ങേര് മോശയുടെ ഒരു രൂപം ഉണ്ടാക്കി കൊടുത്താൽ പോരെ, ഇയാൾ കാളെ ഉണ്ടാക്കി കൊടുക്കണം. ഏതായാലും ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അന്ന് പിന്നെ മോശയെ പറ്റി, മോശയുടെ ഒരു ചെറിയ രൂപം, അവര് മോശ നടക്കുന്നതുകൊണ്ടാണ് ഇവരും നടക്കുന്നത്. അത് മതിയായിരുന്നു. അത് ശരിയാന്നല്ല, തെറ്റാ, പക്ഷെ ഏറെക്കുറെ ഇയാൾ കാളക്കുട്ടി ഉണ്ടാക്കി.
ഒരു കാളക്കുട്ടി ഉണ്ടാക്കുന്ന, ഞാൻ ഇടയ്ക്ക് കയറി പറയാം, ഇയാൾ ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയപ്പോൾ പിൻതലമുറ 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി. 12:28 1 രാജ. അറിയാമല്ലോ, വായിച്ചോ. ആകയാൽ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടി. പുറപ്പാട് 32:4 ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയപ്പോൾ കൊച്ചുമക്കളുടെ കാലം വന്നപ്പം 2 കാളക്കുട്ടിയുണ്ട്. ഇപ്പൊ പ്രാർത്ഥന, കൊച്ചുമോന് വേണ്ടി പ്രാർത്ഥിക്കണം പാസ്റ്ററെ, മോന് വേണ്ടി. എന്നാന്നറിയാമല്ല, ആരും മിണ്ടുന്നില്ലല്ലോ. അല്ല, മിണ്ടണ്ട, വേണ്ട വേണ്ട വേണ്ട. കല്യാണത്തിന് പറയുമ്പോൾ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ പിതാക്കന്മാര് ഒരു കാളക്കുട്ടി ഉണ്ടാക്കിയപ്പോൾ പിന്തലമുറ വന്ന് 2 കാളക്കുട്ടി ഉണ്ടാക്കി. ദൈവം കർക്കശമായി പ്രമാണം കൊടുത്തു. വായിച്ച ആവർത്തന 7:1 മുതൽ താഴോട്ട് വായിരും. ആവർത്തന 7:1 മുതൽ താഴോട്ട്. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളായ 7 ജാതികൾ താഴോട്ട് എണ്ണം ഉണ്ട്. വായിര്. ഹിത്യർ, ഗിർഗശ്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസിയർ എന്നീ 7 മഹാജാതികളെ 7 മഹാജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. അടുത്തതാ, നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കി കളയണം. നീ അവരെ നിർമൂലമാക്കി കളയണം. അവരോട് ഉടമ്പടി ചെയ്യുകയോ അവരുമായിട്ട് ചങ്ങാത്തത്തിനൊന്നും പോകരുത്. ഇത് നമ്മൾ ആരുമായിട്ടും ചങ്ങാത്തത്തിന്. യഹോശാഫാത്ത് ആഗാവുമായിട്ട് സംബന്ധം കൂടിയെന്ന തിരുവചനത്തില് എന്ന് പറഞ്ഞ യഹോശാഫാത്തിന്റെ മോൻ യഹോരാമനെ കൊണ്ട് ആഗാവിന്റെ മോൾ അദല്യായെ കെട്ടിച്ചു. ദൈവകൃപ നോക്കി കെട്ടിച്ചതല്ല, കാശ് നോക്കി കെട്ടിച്ചതാ. കാശും പൊസിഷനും. ഈ പെന്തിക്കോസുകാർ ചെല്ലി പറയും, പാസ്റ്റേ ഒരു പയ്യൻ വേണം, അല്ലെ പാസ്റ്റേ ഒരു മോള് വേണം, ഞങ്ങൾക്ക് മറ്റൊന്നും നോട്ടമില്ല. ദൈവകൃപ ചുമ്മാ പറയുന്നതാ. ഇതുപോലെ വിളച്ചിലും തട്ടിപ്പും. തെളിയിക്കാൻ 100 തെളിവ് തരാം. വെറുതെ പറയുന്നതാ. ചുമ്മാ പറയുന്നതാ. പക്ഷെ ഞങ്ങൾക്കൊന്നും നോട്ടമില്ല. നല്ല കൃപയുള്ള ആരാണ്ട് അവിടെ ഇരുത്തി ഒരു മൂളിച്ച മൂളിയല്ലോ. വെറുതെ പറയുന്നതാ. നമ്മൾ ഉടനെ ഉദാഹരണമാണ് നമ്മൾ പറയാ, അച്ചായ താണ്ട് അവിടെ ഒരു പെൺകുട്ടി നല്ല കൃപയുള്ളതാ, രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വളരെ മാന്യമായിട്ടും യോഗ്യമായിട്ടും വളരെ വിനയമായിട്ടും വിധേയത്തോടെ ജീവിക്കുന്ന നല്ല പെൺകുട്ടി. പക്ഷെ കാശൊന്നുമില്ല, സൗന്ദര്യം അത്ര പോരാ, പിന്നെ കുടുംബക്കാരത്ര അരിസ്റ്റോക്രാറ്റ് ഫാമിലി ഒന്നും. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ? ഇല്ല, ഇരിക്കട്ടെ അത്ര ഒന്നുമില്ല. പിന്നെ വളരെ സാധുക്കളാ, വളരെ നിവൃത്തി കഴിഞ്ഞു പോവാം. പക്ഷെ ഭയങ്കര കൃപയാ. അന്നേരം അച്ചായൻ പറയുന്നത് എന്നാന്നറിയോ, പക്ഷേ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അവള് എന്ത് ചെയ്തിട്ട് എന്നാ പിന്നെ നീ എന്തിനാ അവിടെ ഞാൻ പറഞ്ഞ അച്ചായന് വീട് കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം, ഉണ്ടെന്ന് പറയണം. അതറിഞ്ഞാൽ മതി. വെറുതെ പറയുന്നതാ കൃപ മതിയെന്ന്. വെറുതെ പറയുന്നതാ. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിന് കുറച്ചൊക്കെ ഒരു മനസ്സാക്ഷിക്ക് നിരക്കുന്നത് വേണം. കൃപ മാത്രമുള്ള ആളെ അംഗീകരിക്കുകയല്ല. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ അനിയൻ എന്ത് ചെയ്തിട്ട് സമ്മതിക്കുന്നില്ല. അവൻ പറഞ്ഞു, അച്ഛാ കുഴപ്പമില്ല, എന്നാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ അച്ചായൻ പറഞ്ഞേ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും വിളച്ചിലും പടയനെയല്ല കൈ വെച്ചേച്ച്
അങ്ങ് തുറന്ന് പറ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? മാമിക്ക് മനസ്സിലായില്ലേ? ഇല്ലേ? ആവശ്യമില്ലാത്ത ബന്ധുത. ഇവിടെ യഹോശാഫാത്ത് ആഗാവുമായിട്ട് സംബന്ധം കൂടിയെന്ന് പറഞ്ഞാൽ യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിനെ കൊണ്ട് ആഗാവിന്റെ മോൾ അതലിയായെ കെട്ടിച്ചു. കാശ് നോക്കി കെട്ടിച്ച. വായിച്ചോ ദിനവൃത്താന്തം 18-1-2 ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം